സോണിയാഗാന്ധിയെ ഭയന്നാണ് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുകൊന്ന ഇറ്റാലിയൻ നാവികരെ നാട്ടിലേക്ക് അയക്കാൻ ഉമ്മൻചാണ്ടി സമ്മതം മൂടിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ഷംസീർ. നാവികർ തിരിച്ചുവരാൻ സാധ്യതയില്ലെന്നും ഷംസീർ. ഡിവൈഎഫ്ഐ ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. പെൺകുട്ടികൾക്കെതിരായ അക്രമങ്ങൾ ചെറുക്കാൻ ചെറുപ്പം മുതൽ തന്നെ ബോധവൽക്കരണം നൽകണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖ്. കരാട്ടെ ഉൾപ്പെടെയുള്ള കായിക അഭ്യാസങ്ങളും പെൺകുട്ടികൾ പഠിക്കണമെന്നും സുബൈദ ഇസ്ഹാഖ്. മണ്ണാർക്കാട് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തീയതികളിൽ മാറ്റം. കലോത്സവം ഡിസംബർ 31 മുതൽ ജനുവരി 5 വരെ. മന്നം ജയന്തി ദിനമായ ജനുവരി 2 മത്സരമില്ല. രജിസ്ട്രേഷൻ ഡിസംബർ 30. പൊതുവിപണിയിലെ വിലക്കയറ്റം. മാവേലി സ്റ്റോറുകളിലും സർക്കാർ ന്യായവില ഷോപ്പുകളിലും തിരക്ക് കൂടുന്നു. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ. രഞ്ജി ക്രിക്കറ്റിൽ കേരളവും ജാർഖണ്ഡും തമ്മിലുള്ള മത്സരം ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ. ഇന്ത്യൻ താരം ശ്രീശാന്ത് കേരളത്തിനായി ഇറങ്ങും. തന്റെ പരിക്ക് കളിയെ ബാധിക്കില്ലെന്ന് ശ്രീശാന്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുകൊന്ന ഇറ്റാലിയൻ നാവികർക്ക് കരോൾ പാടാൻ പരോൾ നൽകിയത് ഇറ്റലിക്കാരെ കാണുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കുന്നതിനാലാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ഷംസീർ പറഞ്ഞു. സോണിയാഗാന്ധിയെ ഭയപ്പെട്ടാണ് ഉമ്മൻചാണ്ടി ഇതിന് സമ്മതം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഐ ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ഷംസീർ. എന്നാലോ മണിനാഥൻ എന്റെ നാട്ടിലെ കാടായ്മ അവരൊക്കെ ഭീകരവാദികളാണ്. 2 മത്സ്യത്തൊഴിലാളികൾ വെടിവെച്ചുകൊന്ന ഇറ്റാലിയൻ നാവികന്മാർക്ക് ജാമ്യം. ഇവിടെ മദനിയും മണിയും കാടായ്മാരും ചെയ്യും. ഇവരുടെ കരോൾ പാടാൻ പരോൾ കൊടുക്കുന്ന ഭരണം ഇറ്റലിക്കാരൊക്കെയാണെന്ന് മുട്ടുകൂട്ടിയിരിക്കുക. പോയത് വന്നിട്ടുണ്ടോ? 84 മപ്പാൽ ട്രാജഡി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബാർ ആൻഡേഴ്സൺ അവിടെ വന്നോ? അയാൾ പോയ നോക്കാം. ഇവിടെ നിങ്ങളിപ്പോ ഉപാധികളോട് കോടതി പറഞ്ഞു കേന്ദ്രത്തിന്റെ അനുമതി, അപ്പോഴും അനുമതിച്ചാൽ എന്താ ഇറ്റലിക്കാരെ കാണും ഇങ്ങനെ മുട്ടുമുട്ടിയിരിക്കുന്നത്? ഇറ്റലിയാണ് ഇന്ത്യയുടെ തത്വം. ഇന്ത്യയുടെ ഭരണത്തിലാകാതെ ഇറ്റലിയല്ല. എന്താ ഇറ്റലി എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ ഭരണതലത്തിന്റെ മുട്ടുമുട്ടിയിരിക്കുന്നത്? അതിന്റെ ഉത്തരം നമ്പർ 10 ജൻപത് ഇറ്റലിക്കാരിയാണ്. നമ്പർ 10 ജൻപത് കിടക്കുന്ന സോണിയ മാം. ആ മാമിനെ വിളിച്ചിട്ട് കിടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം പോകും. മാം ഒന്ന് കൺമുഴിച്ച സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് മാമിനെ ഭയപ്പെട്ട്, സോണിയ മാമിനെ ഭയപ്പെട്ട് ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഭരണം. ഇന്ത്യയിലേക്ക് വരുന്ന ചില്ലറ മേഖലയിലെ വിദേശ നിക്ഷേപം, ഉൽപാദന ചെറുകിട മേഖലകളെ തകർക്കും. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനാണ് സർക്കാർ സിബിഐയെ ഉപയോഗപ്പെടുത്തുന്നത്. സിബിഐ എന്നത് കോൺഗ്രസ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനായി മാറിയെന്നും ഷംസീർ പറഞ്ഞു. കാറൽമണ്ണ കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിലെ വിനീഷ് നഗറിലാണ് ഡിവൈഎഫ്ഐ ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനം നടക്കുന്നത്. രാവിലെ കെ നാരായണൻകുട്ടി പതാക ഉയർത്തി. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ, ബ്ലോക്ക് സെക്രട്ടറി എം സിജു, കെ പി സുധീർ, ഇ വിനോദ് കുമാർ, സിപിഎം നേതാക്കളായ പി എം വാസുദേവൻ, കെ ബി സുഭാഷ്, പി എ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. 12 വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി 27 വനിതകൾ ഉൾപ്പെടെ 180 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തീയതികളിൽ മാറ്റം. ജനുവരി 2 മന്നം ജയന്തിയോടനുബന്ധിച്ച് സർക്കാർ നിയന്ത്രിത അവധി പ്രഖ്യാപിച്ചതിനാലാണ് നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ മാറ്റം വരുത്തുവാൻ സംഘാടക സമിതി തീരുമാനിച്ചത്. ഡിസംബർ 30 രജിസ്ട്രേഷനും 31 ജനുവരി 1, 3, 4, 5 തീയതികളിൽ മത്സരങ്ങളും നടത്താനാണ് സംഘാടക സമിതി വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. 31 രജിസ്ട്രേഷനും ജനുവരി 1 മുതൽ 5 വരെ മത്സരങ്ങളും നടത്താനാണ് മുൻപ് സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജനുവരി 2 മന്നം ജയന്തിയായതിനാൽ അന്നത്തെ ജില്ലാ കലോത്സവം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് സർക്കാർ ഉത്തരവ് വന്നതാണ് കലോത്സവം ഒരു ദിവസം നേരത്തെയാക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ജനുവരി 1 രാവിലെ 11 ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നതെങ്കിലും സുഗമമായ നടത്തിപ്പിനായി MES ഹയർ സെക്കൻഡറി സ്കൂളിലും കുമരമ്പത്തൂർ AUP സ്കൂളിലും സ്റ്റേജുകൾ നിർമ്മിക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. DDE A ഗീത, DEO അബൂബക്കർ, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പൊതുവിപണിയിൽ അരിവില കുത്തനെ കൂടിയതോടെ സർക്കാർ ന്യായവില ഷോപ്പുകളിൽ വൻ തിരക്ക്. ഒറ്റപ്പാലത്ത് മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാനെത്തുന്നവർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. പലപ്പോഴും കാർഡിന് അനുവദിച്ച അരി പോലും ആളുകൾക്ക് കിട്ടുന്നുമില്ല. ഉത്സവ സീസണിൽ അരിവില കൂട്ടുകയും പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുകയും ചെയ്തതിന്റെ ഭാഗമായി ന്യായവിലയ്ക്ക് അരി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആവശ്യമായ അരി ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നില്ല എന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം.
ഇതുകൊണ്ട് തന്നെ 35 കിലോ ഓരോ കാർഡുടമയ്ക്കും അനുവദിച്ചിട്ടുണ്ടെങ്കിലും 10 കിലോ വീതമാണിപ്പോൾ ഒറ്റപ്പാലത്ത് ലഭിക്കുന്നത്. നേരത്തെ ഇത് 5 കിലോ ആയും ചുരുങ്ങിയിരുന്നു. ഇതിനായുള്ള നീണ്ട നിരയാണ് ജനങ്ങളെ വലച്ചത്. പലപ്പോഴും അരി വരുന്ന സമയവും വൈകിയാണ്. രാവിലെ 8 മണി മുതൽ ക്യൂ നിന്നവർക്ക് ഉച്ചവരെ നിൽക്കേണ്ടിയും വരുന്നു. പരിമിതമായ അളവിലെ അരി വരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ പലർക്കും അരി ലഭിക്കാറുമില്ല. ഇതും പരാതിക്കിടയാക്കിയിട്ടുണ്ട്. ഇത്തരം പരാതികൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് RP ശ്രീനിവാസൻ ആവശ്യപ്പെട്ടു. കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള അതിരൂക്ഷമായ വിലക്കയറ്റത്തെ നേരിടുകയാണ് ജനങ്ങൾ മുഴുവൻ. അസഹനീയമായ വിലക്കയറ്റമാണ്. പൊതുവിപണിയിൽ അരിയുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പൊതു ഔട്ട്ലെറ്റുകൾ തുടങ്ങി ജനങ്ങൾക്കുള്ള അരി വിതരണം കാര്യക്ഷമമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നില്ല. ഒറ്റപ്പാലം മാവേലി സ്റ്റോറുകളിലും നന്മ ത്രിവേണി സ്റ്റോറുകളിലൊക്കെ രാവിലെ 5 മണി മുതൽ കുഞ്ഞു കുട്ടികളെ എടുത്ത് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആകെ അരി വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഈ 12 മണിക്ക് വെയിലും കൊണ്ട് ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞ് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ വളരെ നാമമാത്രമായ ആളുകൾക്ക് മാത്രമേ അരി ലഭ്യമാകുന്നുള്ളൂ. കൂടുതൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്കുള്ള അരി വിതരണം വളരെ കാര്യക്ഷമമാക്കണമെന്ന് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഫെഡറേഷന് വേണ്ടി. അതേസമയം അടുത്ത ദിവസം മുതൽ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി ക്യൂ നിൽക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം ലക്കിടി പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തി. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിഷേധക്കാർ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുടെ ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പഞ്ചായത്തിൽ 4 ദിവസമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി എത്തിയത്. മോട്ടോർ തകരാറിലായതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. ലക്കിടി തടയണയ്ക്ക് സമീപത്ത് നിന്നാണ് പഞ്ചായത്തിലെ എല്ലാ മേഖലയിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നത്. എന്നാൽ 4 ദിവസമായി തകരാറിലായ മോട്ടോർ കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും വീണ്ടും തകരാറിലായി എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജി പറഞ്ഞു. ഉദ്ദേശ രീതിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും സെക്രട്ടറിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ നാരായണൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം ബഹുമാനപ്പെട്ട ശ്രീ ഷൗക്കത്ത് അലി ുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ നിങ്ങളോട് നേരിട്ട് പറയുന്നതാണ്. വെള്ളിയാഴ്ച വൈകിട്ടോടെ മോട്ടോർ പുനഃസ്ഥാപിച്ച് വെള്ളം നൽകുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീവത്സൻ, പഞ്ചായത്ത് അംഗം കെ ഷൗക്കത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാൻ, സുധീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. രഞ്ജി ക്രിക്കറ്റിൽ ജാർഖണ്ഡുമായുള്ള കേരളത്തിന്റെ മത്സരം ശനിയാഴ്ച പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങും. കേരളത്തിനു വേണ്ടി ഇന്ത്യൻ താരം എസ് ശ്രീശാന്ത് കളിക്കും. പരിക്കും സർജറിയും കളിയെ ബാധിക്കില്ലെന്ന് എസ് ശ്രീശാന്ത് പറഞ്ഞു. പെരിന്തൽമണ്ണയിലേത് മികച്ച പിച്ചാണെന്നും ശ്രീശാന്ത് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ കളിയിൽ ത്രിപുരക്കെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ കേരളം ശനിയാഴ്ച ജാർഖണ്ഡുമായി മത്സരത്തിനിറങ്ങും. ജാർഖണ്ഡുമായുള്ള കേരളത്തിന്റെ മത്സരത്തിൽ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തും കളിക്കും. പെരിന്തൽമണ്ണയിലെത്തിയ ശ്രീശാന്ത് ക്രിക്കറ്റ് ഗ്രൗണ്ട് പരിശോധിച്ചു. പെരിന്തൽമണ്ണയിലെ ഗ്രൗണ്ടും പിച്ചും മികച്ചതാണെന്ന് ശ്രീശാന്ത് അഭിപ്രായപ്പെട്ടു. ത്രിപുരക്കെതിരെ നടന്ന കളിയിൽ ശ്രീശാന്ത് 2 വിക്കറ്റും 30 റൺസും നേടിയിരുന്നു. പെരിന്തൽമണ്ണയിൽ ജാർഖണ്ഡിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നും കേരളത്തിന് ഇനിയും പ്രതീക്ഷയുണ്ടെന്നും ശ്രീശാന്ത് വിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ മാച്ചിൽ 7 പോയിന്റ് കിട്ടിയത് കൊണ്ട് നമുക്കൊരു ഔട്ട്സൈഡ് ചാൻസ് വേണമെങ്കിൽ പറയാം. കാരണം ജാർഖണ്ഡിനെതിരെ 7 പോയിന്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഈവൻ 6 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. ജാർഖണ്ഡ് 18 പോയിന്റാണ്. അപ്പം ജാർഖണ്ഡൊന്നും വളരെ ക്രൂഷ്യലാണ്. ജാർഖണ്ഡ് ലാസ്റ്റ് മാച്ചാണ്. പക്ഷെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു മാച്ചിലാണ് നമ്മൾ ജയിച്ചാൽ അടുത്ത മാച്ച് ആന്തരം നമ്മുടെ ക്രൂഷ്യൽ മാച്ച് ആയിരിക്കും. വിക്ടോറിയസ് ടീം വിൽ ക്വാളിഫൈ. മീൻസ് വി ഗോട്ട് ഔട്ട്സൈഡ് ചാൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇവിടുത്തെ കേരളത്തിലെ ലാസ്റ്റ് മാച്ചാണ്. അപ്പം തനിക്കേറ്റ പരിക്കും തുടർന്ന് ചെയ്ത സർജറിയും തന്റെ കളിയെ ബാധിക്കില്ലെന്നും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇനിയും പ്രതീക്ഷയുണ്ടെന്നും ഒരിടവേളയ്ക്ക് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ തിരിച്ചെത്തിയ ശ്രീശാന്ത് പറഞ്ഞു. മോശം പെരുമാറ്റം ഞാൻ കൂട്ടുന്നില്ല. കാരണം ഒരു സർജറി അല്ലെങ്കിൽ ഇഞ്ചുറി ഒരിക്കലും ഒരു ഫാസ്റ്റ് ബോളർ ഇന്ത്യൻ കണ്ടീഷൻ അല്ലെങ്കിൽ സബ് കണ്ടീഷനിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഇഞ്ചുറിയെ പേടിച്ച് 110 എറിഞ്ഞിട്ട് കാര്യമില്ല. ഞാനെപ്പോഴും ഏതൊരു ചാൻസിന്റെ ബാക്ക് ഇഞ്ചുറി കഴിഞ്ഞ് വന്നപ്പോഴും ബാക്ക് ഇഞ്ചുറിക്ക് ഒരു 14 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തിരിച്ച് വീണ്ടും 140 എറിയാൻ പറ്റി, 140-145 അപ്പോൾ വേൾഡ് കപ്പിൽ നല്ലോണം സ്പീഡിൽ എറിയാൻ പറ്റി. അപ്പം എന്റെ ടോയുടെ സർജറിക്ക് ശേഷം 2 കാലിലും സ്റ്റീൽ റോഡ്സ് ഉണ്ട്, സ്റ്റീൽ സ്ക്രൂസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അപ്പം അതിലുൾപ്പെടെ ഒരു സെൽഫ് മോട്ടിവേഷൻ. അപ്പം ആ സെൽഫ് മോട്ടിവേഷനിൽ ഞാൻ ഇത്രേ ഉള്ളൂ. എനിക്ക് കളി എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ ആം ഗോയിങ് ടു ബി 30. KCA വൈസ് പ്രസിഡന്റ് എസ് ഹരിദാസ്, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി പ്രദീപ് കുമാർ എന്നിവർ ശ്രീശാന്തിനെ സ്വീകരിച്ചു. ഒറ്റപ്പാലത്ത് അനധികൃതമായി സംഭരിച്ചിരുന്ന പച്ചക്കറി നഗരസഭ പിടികൂടി. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ശേഖരിച്ചിരുന്ന പച്ചക്കറികളാണ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്ത് ലേലം ചെയ്തത്.
നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാത്രി സൂക്ഷിച്ചിരുന്ന പച്ചക്കറികളാണ് പിടികൂടിയത്. വഴിയോര കച്ചവടം നടത്തുന്നവരുടേതാണ് പച്ചക്കറി. ഏതാണ്ട് 500 കിലോയോളം പച്ചക്കറികൾ വെള്ളിയാഴ്ച രാവിലെ നഗരസഭ നീക്കം ചെയ്തു. ഓഡിറ്റോറിയത്തിൽ ഇത്തരം അനധികൃത സംഭരണം നടക്കുന്നു എന്ന പരാതി ഉയർന്നതോടെയാണ് നടപടി. പിടികൂടിയ പച്ചക്കറികൾ പിന്നീട് നഗരസഭ ഓഫീസിൽ വെച്ച് ലേലം ചെയ്തു. 7500ഓളം രൂപയ്ക്കാണ് പിടിച്ചെടുത്ത പച്ചക്കറികൾ ലേലം ചെയ്തത്. പെൺകുട്ടികൾക്കെതിരായ അക്രമങ്ങൾ ചെറുക്കാൻ ചെറുപ്പം മുതൽ തന്നെ വീടുകളിലും വിദ്യാലയങ്ങളിലും ബോധവൽക്കരണം നൽകണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖ് പറഞ്ഞു. കരാട്ടെ പോലുള്ള അഭ്യാസങ്ങൾ പെൺകുട്ടികളും അറിഞ്ഞിരിക്കണമെന്നും സുബൈദ ഇസ്ഹാഖ് അഭിപ്രായപ്പെട്ടു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ മുൻകരുതലുകൾ ആവശ്യമായിരിക്കുകയാണ്. ചെറുപ്പം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ കരാട്ടെ പോലുള്ള കായിക അഭ്യാസങ്ങളിൽ പരിശീലനം നൽകണമെന്നും സുബൈദ ഇസാഖ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഇതിനായി നടത്തുന്ന പദ്ധതികൾ വിപുലപ്പെടുത്തുമെന്നും സുബൈദ ഇസാഖ് പട്ടാമ്പിയിൽ പറഞ്ഞു. ബലാത്സംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കുറ്റകൃത്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് നമ്മുടെ സമൂഹത്തിൽ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതിന് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ അവർക്ക് ആവശ്യമായുള്ള അത്തരം നല്ല ബോധം നൽകിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ചില സമീപനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിനുള്ളിൽ പോലും അതിനാവശ്യമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നല്ല നീതിബോധമുള്ള നല്ല കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം നമുക്കറിയാം ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ വെറുതെ സഹകരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മുടെ പെൺകുട്ടികൾക്ക് കായിക മേഖലയിൽ കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സെൽഫ് ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവണം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടുകൂടി ഞങ്ങൾ കുറേയധികം സ്കൂളുകൾ ഇത്തരം ഒരു പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. വളരെ നല്ല വിജയമാണ് അതിനുണ്ടായിട്ടുള്ളത്. അത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. വാർത്തകൾ തുടരുന്നു. 12 ജ്യോതിർലിംഗങ്ങളുടെ ദിവ്യദർശനമേളയ്ക്ക് കടമ്പഴിപ്പുറത്ത് തിരിതെളിഞ്ഞു. ബ്രഹ്മകുമാരീസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് 5 ദിവസങ്ങളായി നീണ്ടുനിൽക്കുന്ന ദിവ്യദർശനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മകുമാരീസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് 5 ദിവസങ്ങളിൽ ദ്വാദശ ജ്യോതിർലിംഗ ദർശനമേളയും വിവിധ പരിപാടികളും നടക്കുന്നത്. കടമ്പഴിപ്പുറം വായിലങ്ങുന്ന് ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ദ്വാദശ ജ്യോതിർലിംഗ ദർശനമേളയും പ്രദർശനവും ഒരുക്കിയിരിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുൻ MLA KA ചന്ദ്രൻ നിർവഹിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, AR സുരേന്ദ്രൻ, ബ്രഹ്മകുമാരീസ് മീന, പ്രൊഫസർ G ദിലീപൻ, ഡോക്ടർ KB ചിത്രഭാനു എന്നിവർ 75 ദീപം തെളിയിച്ചു. ശനിയാഴ്ച ദീപധ്യാനം, മാതൃസംഗമം, ഞായറാഴ്ച യുവജന ശാക്തീകരണ ശില്പശാല, ആസക്തിയിൽ നിന്ന് അവബോധത്തിലേക്ക് എന്ന ലഹരി വിരുദ്ധ നാടകം, തിങ്കളാഴ്ച ന്യൂറോബിക്സ്, ഹീലിംഗ്സ്, രാജയോഗ എന്നിവയും നടക്കും. സമാപന ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രാദേശിക കലാകാരന്മാരെ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ ആദരിക്കും. തൃത്താല കൂറ്റനാട് വെച്ച് നടക്കുന്ന സംസ്ഥാന പൈതൃകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി VT ബൽറാം MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച മുതലാണ് പൈതൃകോത്സവം ആരംഭിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, കിഡ്ഡാർട്സ്, യുവജനക്ഷേമ ബോർഡ് എന്നിവ സംയുക്തമായാണ് തൃത്താല കൂറ്റനാട് പൈതൃകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിസംബർ 22 മുതൽ 31 വരെയാണ് പരിപാടി. അന്യം നിന്നു പോകുന്ന പാരമ്പര്യ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് VT ബൽറാം MLA പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ വിപണന സ്റ്റാളുകളും കലാരൂപങ്ങളും മേളയിലുണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് മന്ത്രി PK ജയലക്ഷ്മി പൈതൃകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള പാക്കനാർ ഗ്രാമം എന്ന് പേരിട്ടിരിക്കുന്ന പ്രത്യേകമായി സജ്ജീകരിച്ച ഈ വേദിയിൽ വെച്ചാണ് ഈ വർഷത്തെ പൈതൃകോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ 22-ാം തീയതി തൊട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി ക്ഷേമ വകുപ്പ്, അതുപോലെ തന്നെ പട്ടികവർഗക്ഷേമ വകുപ്പ്, കിർട്ടാഡ്സ്, അതുപോലെ തന്നെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവർ സംയുക്തമായിട്ടാണ്. കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് നമ്മുടെ ദലിത് ആദിവാസി വിഭാഗങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ തനത് സംസ്കാരത്തെയും തനത് കലകളെയും തനത് ഭക്ഷണ രീതിയെയും തനത് നാടൻ ചികിത്സാ പദ്ധതികളെയും ഒക്കെ
അതിന്റെ ശരിയായ ഗൗരവത്തോടു കൂടി അതിന്റെ ശരിയായ മൂല്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഈ മേള കൊണ്ട് ഏറ്റവും പ്രധാനമായി ലക്ഷ്യമാക്കുന്നത്. ജ്വാല ഫെസ്റ്റിന് ശനിയാഴ്ച ഷൊർണൂരിൽ തുടക്കമാവും. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ ആസ്ഥാനമായുള്ള ജ്വാല സംഘടനയുടെ നേതൃത്വത്തിൽ ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയാണ് ജ്വാല ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ എം പി രാജേഷ് MP, സിനിമാ നടൻ VK ശ്രീരാമൻ എന്നിവർ ചേർന്ന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. KS സലീഖ MLA അധ്യക്ഷത വഹിക്കും. M ഹംസ MLA, CK രാജേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാവും. തുടർന്ന് മജീഷ്യൻ മനു മങ്കൊമ്പ് അവതരിപ്പിക്കുന്ന മാജിക് ഷോ അരങ്ങേറും. ഷൊർണൂർ SMP ജംഗ്ഷന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഫെസ്റ്റ് നടക്കുക. എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധ പ്രദർശനങ്ങൾ, വിൽപ്പന സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികൾക്കൊപ്പം ആദരസന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ആദരിക്കുന്നത്. ജ്വാല പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ധനശേഖരണാർത്ഥമാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ശ്രീ MP രാജേഷ്, അവരെ പ്രശസ്ത സിനിമാ നടൻ ശ്രീ VK ശ്രീരാമൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിക്കുന്നതോടുകൂടിയാണ് ജ്വാല ഫെസ്റ്റിന്റെ ആരംഭം കുറിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ജ്വാല ഫെസ്റ്റ് ജനലക്ഷങ്ങൾ അംഗീകരിച്ചാണ്. ആ അംഗീകാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ജ്വാല ഫെസ്റ്റിലെ ഇത്തവണത്തെ ജ്വാല ഫെസ്റ്റില് ചില വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമ്യൂസ്മെന്റ് പാർക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ജനറൽ കൺവീനർ S കൃഷ്ണദാസ്, സെക്രട്ടറി KT ജോർജ്, PK രാമചന്ദ്രൻ, TR സന്തോഷ് കുമാർ, രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജ്വാലയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കേളീരവം എന്ന പത്രം വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ വിനീഷിന് നൽകി പ്രകാശനം ചെയ്തു. ഇനി നിയമസഭാ വിശേഷങ്ങളുമായി നമ്മുടെ ശബ്ദം. നമസ്കാരം. നമ്മുടെ MLA-മാർ നിയമസഭയിൽ എന്തെല്ലാം ചോദിച്ചു, അവയ്ക്ക് ലഭിച്ച മറുപടികൾ എന്തെല്ലാമായിരുന്നു, ഇവ പരിശോധിക്കുന്നു നമ്മുടെ ശബ്ദം. സ്വാഗതം. 13ാം നിയമസഭയുടെ 6ാം സമ്മേളനത്തിന്റെ അവസാന ദിവസം ക്ഷീര ആസൂത്രണ വകുപ്പ് മന്ത്രി KC ജോസഫ്, തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ തുടങ്ങിയവരാണ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ക്ഷീരകർഷകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമോ എന്നായിരുന്നു ജോസഫ് വാഴക്കലിന്റെ ചോദ്യം. ശക്തമായി ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ കേരളത്തിന് പ്രതിഷേധമുണ്ടെന്നും പറഞ്ഞ മന്ത്രി കേന്ദ്ര സർക്കാരിനോട് ഇത് വീണ്ടും ആവശ്യപ്പെടുമെന്നും അറിയിച്ചു. സർ, ഈ ക്ഷീരകർഷകരെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇതുവരെ നടപ്പിലായിട്ടില്ല. എന്താണ് അതിന്റെ തടസ്സം? അത് നടക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ക്ഷീരകൃഷിക്കാരെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പെടുത്തുന്ന ആവശ്യം കേരളത്തിലെ ക്ഷീരമേഖലയുടെ വലിയൊരു ആവശ്യമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അതിൽ സംസ്ഥാന ഗവൺമെന്റിന് വിയോജിപ്പുണ്ട്. കാരണം കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ക്ഷീരകൃഷിക്കാർക്ക് ആവശ്യമായ പിൻബലം കൊടുത്തില്ലെങ്കിൽ പാൽ കുറയും. എല്ലാ തവണയും പാലിന്റെ വില കൂട്ടി പോകാൻ സാധിക്കത്തില്ല. പാലിന്റെ വില 10 രൂപ കൂട്ടി, ഇനി അങ്ങനെ കൂട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്ഷീരമേഖലയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ കൃഷിക്കാർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണം. അതിന് സഹായകമായിരിക്കും MGNREGS പെടുത്തുന്ന കാര്യം. ഈ കാര്യം വീണ്ടും കേരള ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതാണ്. യുവതലമുറയ്ക്ക് കാലി വളർത്തലിൽ താൽപര്യമുണ്ടാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് CP മുഹമ്മദിന്റെ ചോദ്യത്തിന് മന്ത്രി ഇങ്ങനെ മറുപടി നൽകി. ലോകത്തിലെ ഏറ്റവും മഹത്തായ തൊഴിലും പാരമ്പര്യമുള്ള തൊഴിലും കാലി വളർത്തലായിരുന്നു. യേശുക്രിസ്തു ജനിച്ചത് തന്നെ കാലിത്തൊഴുത്തിലാണ്. ശ്രീകൃഷ്ണൻ ഗോപാലനായിരുന്നു. മുഹമ്മദ് നബി ചെറുപ്പത്തിൽ കാലികളെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ സാർ, ഈ ഹൈടെക് തലമുറ, ഇപ്പോഴത്തെ ഹൈടെക് തലമുറ കാലി വളർത്തലിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അതുകൊണ്ട് അതിന് ഗവൺമെന്റ് എന്താണ് നടപടി സ്വീകരിക്കുന്നത്? അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീരകർഷകർക്ക് ആവശ്യപ്പെട്ടത്. സാധ്യമായ സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും പുതിയ തലമുറയ്ക്ക് അത് ആകർഷകമല്ല. അത് കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും തെരഞ്ഞെടുത്ത 3 സ്കൂൾ വീതം ഡയറി ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട്.
ക്ഷീരകർഷകരെ സംരക്ഷിക്കാനും ചെറുപ്പക്കാർക്ക് ഡയറി ഫാം തുടങ്ങാനും സർക്കാർ സഹായം നൽകുമോ എന്ന PC വിശ്വനാഥിന്റെ ചോദ്യത്തിന് പുതുതലമുറയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി മറുപടി നൽകി. സാർ, ഈ കന്നുകാലി വളർത്തല് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഈ പണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എല്ലാ വീട്ടിലും പശു ഉണ്ടായിരുന്നു. സാർ, വെളുപ്പിനെ എഴുന്നേക്കണം, കന്നുകാലിക്കുട്ടി പോകണം, പിന്നെ പശുവിനെ ചാണകം വാഴണം, പശുവിനെ കുളിപ്പിക്കണം, പാല് കറക്കണം, പുല്ല് പറിക്കണം, സൊസൈറ്റി പാല് കൊടുക്കണം, തീറ്റ ഉണ്ടാക്കണം. പക്ഷെ 2 പശു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടമ്മയ്ക്ക് പുറത്തു പോകാൻ സാധിക്കത്തില്ല. അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇത്രയും ശ്രമകരമായ ജോലി ചെയ്യാൻ ഇന്ന് താല്പര്യമുള്ള ആൾക്കാർ കാണുന്നില്ല. പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ വിശ്വനാഥ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ പുതിയ തലമുറയ്ക്ക് ആകർഷമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായിരിക്കും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സർക്കാരിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെന്ന M. ഹംസയുടെ ചോദ്യത്തിനും മന്ത്രി മറുപടി നൽകി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിന്റെ ഗുണം പരിശോധിക്കാനും കൃത്യമായും പാലിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനുമുള്ള എന്തെല്ലാം മെക്കാനിസമാണ് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാം. ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം സംഘങ്ങൾ പാല് കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഗവൺമെന്റിന് പരിമിതികൾ ഉണ്ടെങ്കിലും പരമാവധി ക്വാളിറ്റി ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ 12ാം പദ്ധതിയിലെ ലക്ഷ്യം കേരളത്തിന് ആവശ്യമായ പാൽ കേരളം ഉൽപ്പാദനം സാധിക്കണം. ഇന്ന് കേരളത്തിലുള്ള ഷോർട്ടേജ് 4 ലക്ഷം ലിറ്റർ പാലാണ്. ഈ മേഖലയിൽ കൂടുതൽ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രതീക്ഷ 12ാം പദ്ധതി അവസാനിക്കുമ്പോൾ കേരളത്തിന് ആവശ്യമായ പാൽ കേരളത്തിൽ സാധിക്കുന്നത് തന്നെയാണ്. പ്രധാന പാലുൽപാദന മേഖലയായ മണ്ണാർക്കാട്, അട്ടപ്പാടി ബ്ലോക്കുകളിൽ ക്ഷീരവികസന വകുപ്പിന്റെ ഓഫീസുകൾ വർദ്ധിപ്പിക്കുമോ എന്ന N. ഷംസുദ്ദീന്റെ ചോദ്യത്തോട് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കേരളത്തിലെ പ്രധാന പാലുൽപാദക മേഖലകളിൽ ഒന്നാണ് മണ്ണാർക്കാട് ബ്ലോക്കും അട്ടപ്പാടി ബ്ലോക്കും. അട്ടപ്പാടി ബ്ലോക്കിൽ വളരെ ധാരാളമായി ക്ഷീര കർഷകരുണ്ട്, പാലുൽപാദിപ്പിക്കുന്ന സംരംഭങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ 2 ബ്ലോക്കുകളിലും ഓരോ വികസന ഓഫീസുകൾ മാത്രമാണുള്ളത്. അതിൽ തന്നെ വേണ്ടത്ര സ്റ്റാഫോ സംവിധാനങ്ങളോ ഇല്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. അതുകൊണ്ട് ഇത്തരം ബ്ലോക്കുകളിൽ ധാരാളം ക്ഷീര കർഷകരും ധാരാളം പാൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ബ്ലോക്കുകളിൽ ഒരു പഞ്ചായത്തിനൊരു ഓഫീസ്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 പഞ്ചായത്തുകൾക്ക് ഒരു ഓഫീസ് എന്ന രീതിയിലെങ്കിലും ഇത്തരത്തിലുള്ള ഓഫീസുകൾ തുറക്കാൻ അങ്ങ് ശ്രമിക്കുമോ എന്നറിയാം. സർ, വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാകുന്ന കാര്യമാണത്. നിലവിൽ തന്നെ 152 ബ്ലോക്ക് ഓഫീസ് ഉള്ളത്. പുതിയതായി രൂപീകരിച്ച ബ്ലോക്കുകൾ ഓഫീസ് ഇല്ല. ആദ്യത്തെ ചെയ്യേണ്ട പ്രയോറിറ്റി പുതിയ ബ്ലോക്കുകൾ ഓഫീസ് ഉണ്ടാക്കുക. അതിനുശേഷം ഗവൺമെന്റ് കാര്യം ആലോചിക്കുന്നതാണ്. അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാർ നിരവധി പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇവർക്ക് സംരക്ഷണം നൽകാൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് എന്തെങ്കിലും നിയമമുണ്ടാക്കുമോ എന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ചോദ്യത്തിന് ഇക്കാര്യം പരിശോധിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. അന്യ സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് നഴ്സുമാരടക്കമുള്ള വനിതകളാണ് ഏറെയും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പലർക്കും അവിടെ എത്തുന്നവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളില്ല. ഇനി അഥവാ ജോലി ചെയ്താൽ തന്നെ ആ നിയമപരമായി എന്തെങ്കിലും ഒരു പരിരക്ഷ അവർക്ക് കിട്ടുന്നില്ല. പല ആശുപത്രികളിലും വളരെ വലിയ പീഡനമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപരമായ ഒരു പരിരക്ഷ അവർക്ക് കിട്ടാൻ സാഹചര്യമില്ലാത്ത ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്ക് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് കേരള സംസ്ഥാനത്തിന്റെ ഒരു ബാധ്യതയായി കണ്ടുകൊണ്ട് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാണ്. സർ, ഗവൺമെന്റ് ഈ കാര്യം ആലോചിക്കാം. സർ, കേരളത്തിൽ ജോലിക്ക് പോകുന്ന മലയാളി നേഴ്സുമാരെ സർ ഇവിടെ പറഞ്ഞു, ഉത്തരേന്ത്യയിലെ പല റിമോട്ട് വില്ലേജസിലാണ്. അവിടെ അവർക്ക് യാതൊരു അക്സസിബിലിറ്റി ഇല്ല, സൗകര്യങ്ങളില്ല. അവരെ ആ സാഹചര്യങ്ങളിൽ ചൂഷണം ചെയ്യുന്നു. പല പരാതി ഉണ്ടായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തുള്ള കേരളീയരുടെ സേവനം സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെന്റ് പരിശോധിക്കുന്നതായിരിക്കും. അനധികൃത അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ഗുരുതരമായ പ്രശ്നമാണെന്നും ആധുനിക അറവുശാല നിർമ്മാണത്തിന് സർക്കാർ നടപടിയെടുക്കുമോ എന്ന R. ശെൽവരാജിന്റെ ചോദ്യത്തോട് ആധുനിക അറവുശാല നിർമ്മാണത്തിന് സ്ഥലം ലഭിക്കുന്നില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃത അറവുശാലകളിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഇന്നൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അധീനതയിൽ ആധുനിക രീതിയിലുള്ള അറവുശാലകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ ആധുനിക അറവുശാല സ്ഥാപിക്കുന്നതിന് മുമ്പ് 50% സാമ്പത്തിക സഹായമാണ് സർക്കാർ നൽകിയിരുന്നത്.
ശേഷിക്കുന്ന 50% ഗ്രാമസഭകളാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ അത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിന്റെ 100% സാമ്പത്തിക സഹായവും ശുചിത്വ മിഷൻ വഴി നൽകി വരികയാണ്. പക്ഷേ പലപ്പോഴും അറവുശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആധുനിക അറവുശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ലഭ്യമാകുന്നില്ല. സ്ഥലം ലഭ്യമായാൽ തന്നെ അവിടെ പ്രാദേശികമായിട്ട് ആളുകൾ വന്ന് അതിനെ തടസ്സപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള അറവുശാലകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആധുനിക അറവുശാലകൾ വന്നാൽ അത് അവിടെ തന്നെ ഇൻസുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. അവതരിപ്പിച്ച 6 ബില്ലുകളും നിയമമാക്കി 13ാം നിയമസഭയുടെ 6ാം സമ്മേളനം അവസാനിച്ചു. നിയമസഭാ ചോദ്യോത്തരവേള പരിശോധിക്കുന്ന നമ്മുടെ ശബ്ദം സമാപിക്കുന്നു. വീണ്ടും അടുത്ത സഭാ സമ്മേളനത്തിൽ കാണാം. നന്ദി, നമസ്കാരം. മറ്റു വാർത്തകളിലേക്ക്. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ 11ാം വാർഷികം ശനിയാഴ്ച ആഘോഷിക്കും. കലാ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ താടിയരങ്ങ് 2012 പങ്കെടുക്കും. കഥകളിയിലെ പ്രസിദ്ധമായ ചുവന്നതാടി വേഷക്കാരനായിരുന്ന നാണുനായരുടെ സ്മരണാർത്ഥം വെള്ളിനേഴിയിലെ കുറുവട്ടൂരിൽ രൂപീകരിച്ച കലാകേന്ദ്രമാണ് വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം. 2001 സെപ്റ്റംബർ 1 രൂപീകൃതമായ കലാകേന്ദ്രത്തിന്റെ 11ാം വാർഷികമാണ് ശനിയാഴ്ച ആഘോഷിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് കുറുവട്ടൂരിലെ കലാകേന്ദ്രം പരിസരത്ത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീതയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ PN സുരേഷ് ഉദ്ഘാടനം ചെയ്യും. പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ മുഖ്യാതിഥിയാകും. കലാമണ്ഡലം ഉപദേശക സമിതി അംഗം ഡോക്ടർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തും. പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം TT ദാമോദരൻ നായർ, കലാമണ്ഡലം V ദാമോദരൻ നായർ, കലാമണ്ഡലം KG വാസുദേവൻ നായർ, കലാമണ്ഡലം കുട്ടൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, വാഴയങ്കട വിജയൻ, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കോട്ടയ്ക്കൽ നന്ദകുമാർ, മേലേതിൽ പാറുക്കുട്ടിയമ്മ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. ഓപ്പത്ത് ശിവരാമൻ രചിച്ച പഞ്ചാമൃതം എന്ന പുസ്തകം കലാമണ്ഡലം രാമൻകുട്ടി പ്രകാശനം ചെയ്യും. ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോടെ പുസ്തകം പരിചയപ്പെടുത്തും. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ MP സുരേന്ദ്രൻ, മലയാള മനോരമ സീനിയർ സബ് എഡിറ്റർ ശശിശേഖർ, വിവിധ കലാസമിതി ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. വൈകിട്ട് 7:30 നിധിൻ നാരായണൻകുട്ടി, ശരണ്യ, ശരത്, സുധീഷ് എന്നീ വിദ്യാർത്ഥികളുടെ പുറപ്പാട് അരങ്ങേറ്റത്തോടെ ആരംഭിക്കുന്ന കഥകളി പുലരും വരെ തുടരും. ഭഗവതം, ലവണാസുരവധം, കംസവധം, നരകാസുരവധം, അംബരീഷചരിതം, നിഴൽക്കുത്ത്, പ്രഹ്ലാദചരിതം തുടങ്ങിയ കഥകളിലൂടെ അതുല്യ വേഷങ്ങളുടെ അപൂർവ സംഗമം നടക്കും. കേരളത്തിലെ 60ഓളം പ്രശസ്തരായ കഥകളി കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. കഥകളിയിലെ അപൂർവ രംഗ സമന്വയമൊരുക്കിയാണ് കുറുവട്ടൂർ നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നത്. കഥകളിയുടെ മുഖ്യധാരയിൽപ്പെടാത്തതും എന്നാൽ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കുന്നതുമായ അതുല്യ വേഷങ്ങൾ വേദിയിൽ നിറഞ്ഞാടും. അമാനുഷിക കഥാപാത്രങ്ങൾ അരങ്ങിലെത്തുന്ന കഥകളിയിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹിക പ്രതിബദ്ധതയുള്ള സാധാരണ കഥാപാത്രങ്ങളാണ് താടിയരങ്ങ് 2012 ആസ്വാദകരുടെ മുന്നിലെത്തുക. കഥകളിയുടെ മുഖ്യധാരയിൽപ്പെടാത്തതും സാർവത്രികമല്ലാത്തതും എന്നാൽ ആ കലയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കുന്നതുമായ അതുല്യ വേഷങ്ങളുടെ അവതരണമാണ് താടിയരങ്ങ് 2012. ഭഗവതം, ലവണാസുരവധം, കംസവധം, നരകാസുരവധം, അംബരീഷചരിതം, നിഴൽക്കുത്ത്, പ്രഹ്ലാദചരിതം തുടങ്ങിയ 7 കഥകളിലൂടെ ആശാരി, മണ്ണാൻ, മണ്ണാത്തി, ആനക്കാരൻ, യവനൻ, മന്ത്രവാദി തുടങ്ങിയ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തും. ഇവരുടെ കർമ്മകുശലതയും സാമൂഹിക പ്രതിബദ്ധതയും ജീവിതവും കുടുംബക്ലേശങ്ങളും അവർക്ക് മേലാളന്മാരോടുള്ള കൂറും ഈറയും പ്രവൃത്തിയും പ്രതിബദ്ധതയും തമ്മിലുള്ള അന്തസംഘർഷങ്ങളും പ്രഗത്ഭരായ കലാകാരന്മാരുടെ അംഗചേഷ്ടകളിലൂടെ തന്മയത്വത്തോടെ രംഗത്ത് അവതരിപ്പിക്കപ്പെടും. കേരളത്തിലെ 60ഓളം കലാകാരന്മാരാണ് ഒരേ വേദിയിലെത്തുകയെന്ന സവിശേഷതയും ഇതിനുണ്ട്. മഹാഭാരതം ആദിപർവത്തെ അവലംബമാക്കി കോട്ടയത്തു തമ്പുരാൻ രചിച്ച ഭഗവതം കഥയിലൂടെ ഉളിയും മഴുക്കോലും മുറുക്കാൻ പൊതിയുമായാണ് ആശാരി രംഗത്തെത്തുക. കുന്തിദേവിയും പാണ്ഡവരും വാരണാവതത്തിൽ താമസിക്കുന്നതറിഞ്ഞ വിതുരർ ദുര്യോധനന്റെയും കൂട്ടരുടെയും ചതി മനസ്സിലാക്കി വിവരം പാണ്ഡവരെ ധരിപ്പിക്കാനും രക്ഷപ്പെടുത്താനുമായി വിശ്വസ്തനായ ഒരു ആശാരിയെ പാണ്ഡവരുടെ അടുത്തേക്ക് അയക്കുന്നതാണ് രംഗം. രാവണനെ വധിച്ച് നാട്ടിലെത്തിയ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് ശേഷം രാമരാജ്യത്ത് നടക്കുന്ന സംഭവത്തിലൂടെയാണ് ലവണാസുരവധത്തിലെ മണ്ണാനും മണ്ണാത്തിയും രംഗത്തെത്തുക. അന്യഗ്രഹത്തിൽ ഏറെക്കാലം താമസിച്ച സീതയെ അഗ്നിപരീക്ഷ നടത്തി രാമൻ സ്വീകരിച്ചു.
അക്കാലത്തൊരു മണ്ണാൻ അമ്മയുടെ വീട്ടിൽ പോയി വൈകിയെത്തിയതിന്റെ പേരിൽ തന്റെ പത്നിയുമായി കലഹമായി. തിലകമലിഞ്ഞതും വസ്ത്രം മലിനമായതും അധരമുലഞ്ഞതുമെല്ലാം പരപുരുഷബന്ധ ലക്ഷണമാണെന്നാരോപിച്ച അദ്ദേഹം ഭാര്യയുമായി വാക്കേറ്റം തുടരുകയും താനൊരു രാമനല്ലെന്ന് പറഞ്ഞ് ഭാര്യയെ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് കഥ. കൃഷ്ണനെ വധിക്കാൻ കംസൻ കുവലയാപീഠം എന്ന ആനയെ രംഗത്തിറക്കുകയും ശ്രീകൃഷ്ണനെ പിടിക്കാൻ മത്തനായ ആനക്കാരൻ ആനയെ പ്രേരിപ്പിക്കുന്ന രംഗങ്ങൾ കംസവധത്തിൽ അരങ്ങേറും. ആനയും ആനക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുക. നരകാസുരവധത്തിൽ നക്രതുണ്ടിയും അംബരീഷ ചരിത്രത്തിൽ യവനനും നിഴൽക്കുത്തിലെ മന്ത്രവാദിയുമെല്ലാം അരങ്ങിലെത്തും. നിത്യജീവിതത്തിലെ സംഭവങ്ങൾ ശാസ്ത്രീയ കലയുടെ ചട്ടക്കൂടിൽ അരങ്ങത്ത് അവതരിപ്പിച്ച് മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുക്കുക എന്ന കലയുടെ കർമ്മമാണ് ഇവിടെ നടക്കുകയെന്നാണ് സംഘാടകർ പറയുന്നത്. ആമാനുഷിക കഥാപാത്രങ്ങൾ സാധാരണ കഥാപാത്രങ്ങൾക്ക് വഴിമാറുമ്പോൾ ഒരുപാട് വിമർശനങ്ങളുമുണ്ടായി. സംഘടകർക്ക് ഇത് പരിപൂർണ വിജയമെന്നുള്ള പരിപൂർണ വിശ്വാസമുണ്ട്. വിമർശനങ്ങൾ വളരെയധികമുണ്ട്. ഏതൊരു പ്രവൃത്തിക്കും ചെയ്യുമ്പോഴല്ലേ വിമർശനം ഉണ്ടാവുക. നാടുനായർ സ്മാരക കലാകേന്ദ്രം പോലെയുള്ള 60ഓളം വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചൊരു സ്ഥാപനം കഥകളിലെ ചിട്ടപ്രധാനമായ വേഷങ്ങളാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് വിമർശനം വന്നു കഴിഞ്ഞു. കുറച്ചല്ല, വളരെയധികം. ഞങ്ങളുടെ അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ കലയിലേക്ക് ആകർഷിച്ച് അവർക്ക് അനുഭവവേദ്യമാക്കി അവരെ പ്രാപ്തരാക്കിയതിന് ശേഷം ഞങ്ങൾ ചിട്ടപ്രധാനമായ വേഷങ്ങൾ അവതരിപ്പിക്കും. പരിമിതികൾക്കിടയിലും താടിയരങ്ങ് 2012 കഥകളി എന്ന അലൗകിക കലയ്ക്ക് കൂടുതൽ ആസ്വാദകരെ സൃഷ്ടിച്ചെടുക്കാനാകുമെന്ന വിശ്വാസത്തിൽ കഥകളിയുടെ കളിവിളക്ക് തെളിഞ്ഞു കത്തുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സംഘാടകർ. നമുക്കിടയിൽ ജീവിക്കുന്ന സമൂഹത്തിലെ കഥാപാത്രങ്ങൾ നവരസങ്ങളും പകർന്നു നൽകി ഈ വേദിയിൽ നിറഞ്ഞാടും. കഥകളിയിലെ അപൂർവ രംഗസമന്വയത്തിന് വേദിയാകുന്ന വെള്ളിനേഴി കുറുവട്ടൂർ നാടുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ വാർഷികാഘോഷം നടക്കുന്ന വേദിയിൽ നിന്നും ക്യാമറാമാൻ നിഖിൽ രാജിനൊപ്പം പ്രേംജിത്ത്, ഡെൻസിറ്റി ന്യൂസ്. ഉയർന്ന ഉദ്യോഗങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് കഥകളിയെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ചയാളാണ് ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി. കലാമണ്ഡലത്തിന്റെ മികച്ച കലാഗ്രന്ഥത്തിനുള്ള പുരസ്കാരവും ഇപ്പോൾ അച്യുതൻകുട്ടിയെ തേടിയെത്തിയിരിക്കുകയാണ്. തീർത്തും അർഹതയ്ക്കുള്ള അംഗീകാരമായി തന്നെ വേണം അതിനെ കാണാൻ. അന്തരീക്ഷ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ വെള്ളിനേഴി അച്യുതൻകുട്ടി ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ അന്തരീക്ഷ പഠന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലി വേണ്ടെന്ന് വെച്ച് ഒമാനിലെത്തി. ഒമാൻ സർക്കാരിന്റെ വാർത്താവിനിമയ മന്ത്രാലയത്തിൽ ഉയർന്ന തസ്തികയിലുള്ള ജോലി. അതും ഒഴിവാക്കി തിരിച്ച് നാട്ടിലേക്ക് വിമാനം കയറി. ലക്ഷ്യം കഥകളി സംഗീതം അഭ്യസിക്കുക എന്നതായിരുന്നു. കലാമണ്ഡലം പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്യാൻ താൽപര്യമുണ്ടെന്നറിയിച്ചപ്പോൾ പ്രതീക്ഷിച്ച പോലെ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടിയും വന്നു. അതൊന്നും വേണ്ട, തിരശീലയ്ക്ക് പുറകിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അത് വകവയ്ക്കാതെ ഞങ്ങൾ ക്യാമറ തിരിച്ചു. അറിഞ്ഞും അറിയാതെയുമുള്ള നിരവധി ദൃശ്യങ്ങൾ പകർത്തി. 2001 ഒമാനിൽ നിന്നും തിരിച്ചെത്തിയ അദ്ദേഹം സദനം വിദ്യാലയത്തിൽ കഥകളി സംഗീതത്തിന്റെ കളരി സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ ഹരിശ്രീ കുറിച്ചു. ഇതിനിടയിൽ സൈക്കോളജിയിലും അദ്ദേഹം PhD എടുത്തു. ട്രാൻസിഷൻ അനാലിസിസ്, ബിഹേവിയറൽ തെറാപ്പി, ഹിപ്നോതെറാപ്പി എന്നീ രംഗങ്ങളിലും ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി പരിശീലനം നേടി. ആറന്മുള വാസ്തുവിദ്യാ കേന്ദ്രത്തിൽ നിന്നും വാസ്തുവിദ്യാശാസ്ത്രത്തിൽ വീണ്ടും ഒരു PhD കൂടി അച്യുതൻകുട്ടിയെ തേടിയെത്തി. പിന്നെ എഴുത്തിന്റെ ലോകത്തേക്ക് തിരിയാനും അദ്ദേഹം മറന്നില്ല. കഥകളി പദങ്ങൾ എന്ന പേരിൽ 2 വോള്യങ്ങളിലായി പുസ്തകങ്ങൾ പുറത്തിറങ്ങി. മികച്ച കലാഗ്രന്ഥത്തിനുള്ള 2011 കലാമണ്ഡലം പുരസ്കാരം ഇതിന് ലഭിച്ചു. സാർവത്രികമായ 35 ആട്ടക്കഥകളും അവയുടെ സാഹിത്യവും അരങ്ങും പ്രയോഗവുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന കഥകളിയുടെ കൈപ്പുസ്തകം എന്ന പേരിലുള്ള പുസ്തകം ഉടൻ പുറത്തിറങ്ങും. 800ഓളം പേജുകളുള്ള ഈ പുസ്തകത്തിൽ 1200ഓളം വരുന്ന മരിച്ചവരും ജീവിച്ചിരിക്കുന്നതുമായ കഥകളി കലാകാരന്മാരുടെ വിശദാംശങ്ങളുണ്ടാകും. നിരവധി കലാസമിതികളുടെ ഭാരവാഹി കൂടിയാണ് ഡോക്ടർ അച്യുതൻകുട്ടി. കുറുവട്ടൂർ വെള്ളിനേഴി നാടുനായർ കലാകേന്ദ്രം പ്രസിഡന്റ്, കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി, തന്ത്ര അക്കാദമി ഡയറക്ടർ തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. കഥകളി വേദിയിലും അദ്ദേഹം സജീവമാണ്. ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടിയുടെ പാട്ടിനൊപ്പം മഹാനടന്മാർ നിറഞ്ഞാടുമ്പോൾ ആസ്വാദകർ അറിയുന്നില്ല ആത്മാർപ്പണത്തിന്റെ പരിശുദ്ധിയുള്ള ഈ സ്വരം ഒരിക്കലും ഇടറില്ലെന്ന്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. SNDP ശ്രീകൃഷ്ണപുരം ശാഖാ പൊതുയോഗവും കുടുംബസംഗമവും ചൊവ്വാഴ്ച രാവിലെ നടക്കും. ശാഖാ ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. SNDP ശ്രീകൃഷ്ണപുരം ശാഖയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബസംഗമവും വിശേഷാൽ പൊതുയോഗവും നടത്തുന്നത്. ശാഖാ യൂണിയൻ പ്രസിഡന്റ് BP ചന്ദ്രൻ പൊതുയോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യും. ശാഖാ പ്രസിഡന്റ് T രാജമണി അധ്യക്ഷത വഹിക്കും. മൈക്രോ ഫൈനാൻസ് കോർഡിനേറ്റർ S ദീപാങ്കുരൻ മുഖ്യപ്രഭാഷണം നടത്തും. വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ മുഖ്യാതിഥിയായിരിക്കും.
വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ 10 പേരെ യൂണിയൻ സെക്രട്ടറി ഇ ജനാർദ്ദനൻ ആദരിക്കും. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ യൂണിയൻ വൈസ് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ അനുമോദിക്കും. രാവിലെ 9 മണിക്ക് നടക്കുന്ന രജിസ്ട്രേഷന് ശേഷം ദീപാർപ്പണം, ഗുരുസ്മരണ എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 1500ഓളം അംഗങ്ങളുള്ള താലൂക്കിലെ മികച്ച ശാഖകളിലൊന്നാണ് ശ്രീകൃഷ്ണപുരം ശാഖ. പരിപാടിയുടെ പ്രചരണാർത്ഥം തിങ്കളാഴ്ച വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നേതൃത്വത്തിൽ ഈ വരുന്ന ഡിസംബർ 27 സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പൊതുയോഗവും കുടുംബ സംഗമവും നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ യോഗത്തിൽ SNDP യോഗത്തിന്റെ കേന്ദ്ര നേതാക്കളും യൂണിയൻ നേതാക്കളും പങ്കെടുക്കുന്നതാണ്. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് ടി രാജാമണി, വൈസ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ, ശാഖാ സെക്രട്ടറി സി രാമചന്ദ്രൻ, ശാഖാ എക്സിക്യൂട്ടീവ് അംഗം സി സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. സ്പോർട്സ്. പെരിന്തൽമണ്ണയിൽ ഇനി കാൽപന്ത് കളിയുടെ ആരവവും. 9ാമത് പ്രസിഡന്റ്സ് ട്രോഫി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നെഹ്റു ഫുൾലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങി. ആദ്യ കളിയിൽ ലക്കി സ്റ്റാർ ആലുവയെ പെരിന്തൽമണ്ണ സെൻട്രൽ ജൂബിലി പരാജയപ്പെടുത്തി. ഒരു മാസക്കാലം പെരിന്തൽമണ്ണയിൽ ഇനി കാൽപന്ത് കളിയുടെ കാലം. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ 24 ടീമുകളാണ് പങ്കെടുക്കുന്നത്. പെരിന്തൽമണ്ണ നഗരത്തിൽ നടന്ന ഘോഷയാത്രയ്ക്കു ശേഷം വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായത്. ഡിവൈഎസ്പി KP വിജയകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ നെഞ്ചോടേക്ക് നടക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുന്നിൽ ഇവിടെ കളിക്കാർക്കെല്ലാം കളിക്കാൻ വളരെ ഉത്സാഹമുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കളി എന്നുള്ളത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മനുഷ്യ മനസ്സുകളെ ഏകോപിപ്പിക്കുന്ന ഒരു കായിക വിനോദമാണ്. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ഈ പെരിന്തൽമണ്ണയുടെ പരിചയം തന്നെ ഇവിടെ സ്റ്റേജിലുണ്ട്. വിവിധ തുറകളുള്ള വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെ വിശിഷ്ടമായിട്ടുണ്ട്. നമുക്കറിയാം, ഇതിന്റെ ഈ കൂട്ടായ്മ തന്നെയാണ് ഈ പെരിന്തൽമണ്ണയുടെ പ്രസിഡന്റ്സ് ക്ലബ്ബ് പ്രസിഡന്റ് KMT ജലീൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നിഷിയാനിൽ രാജ്, വൈസ് ചെയർമാൻ M മുഹമ്മദ് സലീം, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി TP പുരുഷോത്തമൻ, NP ഉണ്ണികൃഷ്ണൻ, പച്ചീരി നാസർ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, P ഉണ്ണീൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ നാലകത്ത് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ലക്കി സ്റ്റാർ ആലുവയും സെൻട്രൽ ജൂബിലി പെരിന്തൽമണ്ണയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. മത്സരത്തിൽ ലക്കി സ്റ്റാർ ആലുവയെ സെൻട്രൽ ജൂബിലി പെരിന്തൽമണ്ണ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടും KFC കാളികാവും തമ്മിലാണ് ശനിയാഴ്ച മത്സരം. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് പ്രസിഡന്റ്സ് ക്ലബിന്റെ തീരുമാനം. ക്ലബിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സമ്മാന പദ്ധതിയിലൂടെയുള്ള ഫണ്ട് ശേഖരണവും വ്യാഴാഴ്ച തുടങ്ങി. നറുക്കെടുപ്പിലെ വിജയിക്ക് മോട്ടോർ ബൈക്ക് സമ്മാനമായി നൽകും. പ്രസിഡന്റ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനൊപ്പം താലൂക്കിലെ വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. 16 ടീമുകൾ പങ്കെടുക്കുന്ന ജനമൈത്രി പോലീസ് ഫുട്ബോളും വെള്ളിയാഴ്ച തുടങ്ങി. പ്രസിഡന്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. താലൂക്കിലെ തിരഞ്ഞെടുത്ത 12 സ്കൂൾ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 24 പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പര്യാവരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിലാണ് ആദ്യത്തെ മത്സരം. നഗരസഭയിലെ 16 ക്ലബ്ബുകളെ ഉൾപ്പെടുത്തി ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച ജനമൈത്രി ഫുട്ബോൾ മേളയും വെള്ളിയാഴ്ച തുടങ്ങി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ വിന്നർ മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയിലെ സംഘം അവതരിപ്പിച്ച അഭ്യാസ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി. കുട്ടിത്താരങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. പ്രസിഡന്റ്സ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ വിന്നർ മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയിലെ കുട്ടി സംഘം അവതരിപ്പിച്ച അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. അക്കാദമിയുടെ മുഖ്യ പരിശീലകൻ CP മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടന്നത്. ചൈനീസ് ആയോധന കലയായ വൂഷു, ജിംനാസ്റ്റിക്, ഫയർ ഡൈവിംഗ്, കിക്ക് ബോക്സിംഗ്, കുങ്ഫു തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങളാണ് വിന്നർ മാർഷൽ അക്കാദമിയിലെ സംഘം നടത്തിയത്. 6 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾ വരെ സംഘത്തിൽ ഉണ്ടായിരുന്നു. നാഷണൽ കിക്ക് ബോക്സിംഗ്, സംസ്ഥാന റോളർ സ്കേറ്റിംഗ്, ഓൾ ഇന്ത്യ മാർഷൽ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡലുകൾ നേടിയ 12-കാരി സൂര്യ ശങ്കറിന്റെ പ്രകടനമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം.
നെല്ലായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 23 മുതൽ 30 വരെ നടക്കും. ഷൊർണൂർ കുളപ്പള്ളി ത്രിപുരാശ്രമം സ്വാമി നിജാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. പരിപാടികൾ അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. സോണിയാഗാന്ധിയെ ഭയന്നാണ് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുകൊന്ന ഇറ്റാലിയൻ നാവികരെ നാട്ടിലേക്ക് അയക്കാൻ ഉമ്മൻചാണ്ടി സമ്മതം മൂടിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AM ശംസീർ. നാവികർ തിരിച്ചുവരാൻ സാധ്യതയില്ലെന്നും ശംസീർ. ഡിവൈഎഫ്ഐ ചെറുപ്പളശ്ശേരി ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. പെൺകുട്ടികൾക്കെതിരായ അക്രമങ്ങൾ ചെറുക്കാൻ ചെറുപ്പം മുതൽ തന്നെ ബോധവൽക്കരണം നൽകണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖ്. കരാട്ടെ ഉൾപ്പെടെയുള്ള കായിക അഭ്യാസങ്ങളും പെൺകുട്ടികൾ പഠിക്കണമെന്നും സുബൈദ ഇസ്ഹാഖ്. മണ്ണാർക്കാട് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തീയതികളിൽ മാറ്റം. കലോത്സവം ഡിസംബർ 31 മുതൽ ജനുവരി 5 വരെ. മന്നം ജയന്തി ദിനമായ ജനുവരി 2 മത്സരമില്ല. രജിസ്ട്രേഷൻ ഡിസംബർ 30. പൊതുവിപണിയിലെ വിലക്കയറ്റം. മാവേലി സ്റ്റോറുകളിലും സർക്കാർ ന്യായവില ഷോപ്പുകളിലും തിരക്ക് കൂടുന്നു. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ. രഞ്ജി ക്രിക്കറ്റിൽ കേരളവും ജാർഖണ്ഡും തമ്മിലുള്ള മത്സരം ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ. ഇന്ത്യൻ താരം ശ്രീശാന്ത് കേരളത്തിനായി ഇറങ്ങും. തന്റെ പരിക്ക് കളിയെ ബാധിക്കില്ലെന്ന് ശ്രീശാന്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.